ഒരുപാട് പ്രതിസന്ധികൾ ഒരേ സമയത്ത് കടന്നു വരുമ്പോൾ പിശാച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ഒരു ചിന്തയാണ്, ഇനി ഒരിക്കലും മുൻപോട്ട് പോകാൻ വഴിയില്ല, ഇത് നിന്റെ ജീവിതത്തിന്റെ അവസാനമാണ്, ഇത് പരാജയമാണ്, ഇനി നിനക്ക് ഒരിക്കലും മുൻപോട്ട് പോകാൻ കഴിയില്ല, ഒന്നുകിൽ മരിക്കുക, ഇല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ദൈവവിശ്വാസം തന്നെ ഉപേക്ഷിച്ച് പുറകോട്ട് സഞ്ചരിക്കുക. ഇതൊക്കെ പിശാച് അത്തരത്തിലുള്ള പ്രലോഭനം കൊണ്ടുവരുന്ന സാഹചര്യമാണ്. ഒരേ സമയത്ത് തന്നെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് പിശാച് കൊണ്ടുവരുന്ന ഫൈറ്റ്. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ആലോചന ശ്രദ്ധിച്ചു കേൾക്കൂ. ദൈവത്തിന്റെ പദ്ധതികൾ, നമ്മൾ കടന്നു പോകുന്ന ഏറ്റവും വിഷമമേറിയ ഘട്ടത്തിന് അപ്പുറത്ത് ദൈവത്തിന്റെ വലിയ പദ്ധതികളുണ്ട്. യേശുവിന്റെ ക്രൂശീകരണം ലോകം നോക്കി, അന്നത്തെ ലോകവും യഹൂദ മതവും ഇനി പൈശാചിക ശക്തികളും ഒരുമിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ച സമയമാണ്. തീർന്നു. നസ്രായ വിശ്വാസം തീർന്നു, നസ്രായന്റെ മതവും തീർന്നു. അവനെ അനുകൂലിച്ച ഉണ്ടായ തരംഗമല്ല ഇപ്പോൾ അവസാനിക്കാൻ പോകുകയാണ് എന്നെല്ലാം നോക്കി കാത്തിരുന്ന ആ വലിയൊരു സമൂഹവും പൈശാചിക ശക്തികളും മൂന്നാം ദിവസമായപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അതിനുശേഷം ഉണ്ടായതാണ് ലോകത്തിൽ ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിത്വം. ഒരിക്കലും സാത്താൻ പ്രതീക്ഷിക്കാത്ത, പൈശാചിക ശക്തികൾ പ്രതീക്ഷിക്കാത്ത വലിയ ഒരു സമൂഹം, അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ആ ഒരു വലിയ വളർച്ച. ഹല്ലേലൂയ. ഇന്ന് ശാലോം സന്ദേശം ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നതിന് കാരണം, മരണകരമായ പ്രതിസന്ധി പോലും, നിങ്ങൾ കടന്നു പോകുന്ന ഏറ്റവും വിഷമമേറിയ ഘട്ടം പോലും നിങ്ങളുടെ അവസാനമല്ല. അതിനപ്പുറത്തേക്കൊരു ഉയർത്തെഴുന്നേൽപ്പോ, അതിനപ്പുറത്തേക്കൊരു വലിയ വിശാലതയോ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 40-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശന് ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികം ആകുന്നു. നിന്റെ അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ നമുക്ക് ആരാഞ്ഞറിയാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വിചാരങ്ങൾ വളരെയാണ്. ഇരിമ്യാ പ്രവാചകൻ 29-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവയായ ദൈവം തന്നെ സംസാരിക്കുകയാണ്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ളത്. ഹല്ലേലൂയ എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ദൈവം ഒരു ശുഭഭാവി കരുതി വെച്ചിട്ടുണ്ട്, ശുഭഭാവി കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മളെല്ലാം വിശ്വാസം തണുത്തു പോവുകയോ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോവുകയോ മടുത്തു പോവുകയോ ചെയ്യാറുണ്ട്. കാരണം മുൻപിലൊന്നും കാണാൻ കഴിയുന്നില്ല. ഏലിയാവ് വലിയ തീയൊക്കെ കർമ്മേൽ മലയുടെ മുകളിൽ ഇറക്കി, തീയിറങ്ങി യാഗപീഠത്തിന്റെ യാഗവസ്തുവിനെയൊക്കെ ദഹിപ്പിച്ചു കളഞ്ഞു. പക്ഷെ മഴ പെയ്യുന്നില്ല. അതുകൊണ്ട് നിരാശപ്പെട്ടില്ല. അദ്ദേഹം മഴ പെയ്യുന്നത് വരെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ മറുപടി കാണുന്നില്ലെന്നുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ലെന്ന് ചിന്തിക്കരുത്. അത് കാണുന്നത് വരെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തിന്റെ ഭക്തന്മാർ അങ്ങനെയാണ്. ആ ദൈവപ്രവൃത്തി കാണുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. നിശ്ചയമായും അത്ഭുത പ്രവൃത്തി നിങ്ങളുടെ മുൻപിൽ ദൈവം വെളിപ്പെടുത്തി കൊണ്ടുവരും. അപ്പൊ ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണ്. ഒരുപാട് മുൻപോട്ട് പോകാനുണ്ട്. ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യമെന്ന് മറ്റൊരു ഭാഗത്ത് ദൈവം ചോദിക്കുന്നുണ്ട്. നീ ഒതുങ്ങിപ്പോകാനോ ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കാനുള്ളവനല്ല. നിനക്ക് വലിയൊരു പദ്ധതിയുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടുള്ളൊരു പദ്ധതിയാണ്. അതുകൊണ്ട് കഷ്ടതകളോ രോഗങ്ങളോ ഇനി കടഭാരങ്ങളോ അനർത്ഥമോ പ്രതിസന്ധികളോ ഒന്നും തിന്മയ്ക്കല്ല, അതിനപ്പുറത്തേക്ക് ദൈവം നന്മയ്ക്കായി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. 46-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം: മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകും. ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുവാൻ
നമ്മൾ നിശബ്ദമായിരിക്കേണ്ടി വരും. അവിടെ എല്ലാം അസ്തമിച്ചു എന്ന് ശത്രു ചിന്തിക്കും. പക്ഷേ ദൈവം തൻ്റെ പദ്ധതികൾ, ദൈവം തൻ്റെ പ്രവൃത്തികൾ നടത്തുവാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹൃദയ വിചാരങ്ങൾ വലുതാ. യെശയ്യാ പ്രവാചകൻ 55-8 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളും, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് വൻ കാര്യങ്ങൾ വിചാരിക്കുന്നു. ദൈവികമായ വലിയ പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പൊ അത് വലുതാണ്. ആർക്കും അതിനെ ഒതുക്കാൻ കഴിയില്ല, ആർക്കും അതിനെ തകർക്കാനും കഴിയില്ല. ദൈവത്തിന്റെ ഹൃദയ വിചാരങ്ങൾ ഉന്നതമാണ്. റോമാലേഖനം 8-28 വാക്യത്തിൽ പറയുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും. അവിടെ സകലതും എന്ന് പറയുന്ന കാര്യം കടന്നു പോകുന്ന കഷ്ടതകളാണ്. നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പൊ ആ കഷ്ടത, ഇന്നുള്ള കഷ്ടത നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പ്രതിസന്ധികളോ കഷ്ടതകളോ ഒന്നും അവസാനമല്ല, സമാപ്തമല്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു അത്ഭുതം പ്രതീക്ഷിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങൾ മുൻപോട്ട് പോകാൻ എവിടെയാണ് തടസ്സങ്ങൾ നിൽക്കുന്നത്, അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടാനായി പോകുന്നൊരു ദിവസമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രതിബന്ധങ്ങളെ മാറ്റി നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകും യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഏതൊക്കെ ശക്തികളാണ് വിലങ്ങതടിയാൻ നിൽക്കുന്നതെങ്കിലും, ഏതൊക്കെ വ്യക്തികളാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതെങ്കിലും ദൈവത്തിന് അതൊന്നും വിഷയമല്ല. ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ദൈവശബ്ദം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കും. കോരശിനോട് പറയുന്നതുപോലെ, ഞാൻ നിനക്ക് മുൻപായി ചെന്ന് വാതിലുകൾ തുറക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും, താമ്ര കഥകളെ തുറക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം വാക്യമാണ്. ദൈവം മറവിടങ്ങളെ, ഗുപ്തനിധികളെ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കൾക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചത്, തൻ്റെ ജനത്തിനു വേണ്ടി കരുതി വെച്ച നന്മകൾ അത് നിങ്ങൾക്കുള്ളതാണ്, നമുക്കുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ ഒരു തടസ്സവും നിൽക്കാൻ ഇന്ന് ദൈവം സമ്മതിക്കില്ല. ചില തടസ്സങ്ങൾ ദൈവം അനുവദിച്ചതിന് അപ്പുറം നമ്മളോ ശത്രുവോ കാണാത്ത ഒരു വലിയ മഹത്വം, വലിയൊരു വിടുതൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളത് വിശ്വസിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ശുഭഭാവി കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ശ്രേഷ്ഠമായത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒന്നെങ്കിൽ യോസേഫ് കാരാഗൃഹത്തിൽ കിടക്കുന്ന പോലെയോ ദാവീദ് ആടുകളെ മേയിച്ച് നടക്കുന്ന പോലെയൊക്കെയുള്ള സാഹചര്യങ്ങളായിരിക്കാം. പക്ഷെ അതിനകത്തെല്ലാം ദൈവത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. മീൻ പിടിക്കാനായിട്ട് നടന്ന പത്രോസിനെ പിടിച്ച് യേശുവിനെ ശിഷ്യനാക്കുമ്പോൾ എന്താ കർത്താവ് കാണുന്നത്? ആയിരക്കണക്കിന് മനുഷ്യരെ പിടിക്കുന്ന സഭയുടെ നേതാവായിട്ട് ദൈവനെ മാറ്റുന്ന ഒരു പ്രക്രിയ, അല്ലെങ്കിൽ അതിനൊരു രൂപാന്തരം ദൈവം അവനെ കണ്ടിരുന്നു. നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. എന്ന് നിങ്ങൾ പല മേഖലയിൽ അവഗണിക്കപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാത്തൊരു വ്യക്തിയൊക്കെ ആയിരിക്കാം. പക്ഷെ ദൈവം ഒരു ദിവസം മാനിക്കും നിങ്ങളെ. ഒരു ദിവസം നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അനുസരിച്ച് ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. സകലരും അത്ഭുതപ്പെടുവാർ. അതെ, ദൈവം നിങ്ങൾക്കൊണ്ട് ഇടപെടും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. നന്മയ്ക്കായി സകലതും കൂടി വ്യാപരിക്കട്ടെ. പ്രിയ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന വേദനിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കർത്താവ് അത് നന്മയ്ക്കാക്കി മാറ്റും. ഒരു ശുഭഭാവി ഈ മക്കൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കും. ഇന്ന് അവിടുന്ന് ഒരു അത്ഭുതം ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞല്ലോ, അത് സംഭവിക്കട്ടെ. ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് കരുതി വെച്ച വിടുതൽ അനുഭവിക്കട്ടെ. ആ വഴി തുറന്നു വരട്ടെ. കർത്താവെ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആ രേഖകൾ അനുകൂലമായി വരട്ടെ. പ്രതികൂലമായി നിൽക്കുന്ന കൈയെഴുത്തുകൾ മാറട്ടെ. വാതിലുകൾ തുറക്കട്ടെ. കർത്താവ്, ജോലി സംബന്ധിച്ച് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ജോലിക്കുള്ള വഴി തുറക്കട്ടെ. കർത്താവെ, വിദേശത്തേക്കുള്ള യാത്ര സംബന്ധിച്ച് യേശുവിന്റെ നാമത്തിൽ വാതിലുകൾ തുറക്കട്ടെ. ഇന്റർവ്യൂ കർത്താവെ ജയിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അമേ കർത്താവെ, ലഭിക്കേണ്ട സാമ്പത്തിക നന്മകൾ, ലഭിക്കേണ്ട ലോണുകൾ, മറ്റു മാർഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവിക പദ്ധതികൾ, ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാനുള്ള ദൈവിക അധികാരം വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവർ ക്രിസ്തുവിനോട് ചേർന്നിരിക്കട്ടെ.
അമേൻ. കർത്താവിന്റെ ആ ഉയർപ്പിന്റെ ശക്തി ഇവിടെ മേൽ വ്യാപരിക്കട്ടെ. അവരെ ഉയർപ്പിക്കണം, എഴുന്നേൽപ്പിക്കണം. വൻകാര്യങ്ങളെ കർത്താവ് ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, 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 അമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. വലിയൊരു ഭാവി, ശ്രേഷ്ഠകരമായ ശുഭഭാവി ദൈവം കരുതിയത് വെളിപ്പെടുത്തി നൽകി തരും. കുറെ പേർക്ക് സന്ദേശം ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.